സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എങ്കിലൊന്ന് സൂക്ഷിച്ചോ. ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും എട്ടിന്റെ പണിയുമായി വന്നിരിക്കുകയാണ് മോദിജിയും മിത്രങ്ങളും. എല്ലാ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും സോഴ്സ് കോഡുകൾ കൈമാറണമെന്നും സോഫ്റ്റ്വെയറുകളിൽ നിരവധി മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിൽ എന്താണ് ഇപ്പോൾ പണി കിട്ടാനുള്ളത് എന്നാണോ ആലോചിക്കുന്നത്? എന്നാ കേട്ടോ, ഓരോ ഫോണിന്റെയും പ്രവർത്തനങ്ങളുടെ ബേസിക് സംഗതിയായി പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താനും പൗരന്മാരെ നിരന്തരം നിരീക്ഷിക്കാനുമുള്ള മോദിജിയുടെ പുതിയ അടവാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ആരെയൊക്കെ വിളിക്കുന്നു, എവിടെയെല്ലാം പോകുന്നു, ആരുമായെല്ലാം ചാറ്റ് ചെയ്യുന്നു, എന്തെല്ലാം സെർച്ച് ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും മണത്തറിയാനുള്ള നിഗൂഢമായ പരിപാടിയാണിത്. പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ, അനുയായികൾ, മാധ്യമപ്രവർത്തകർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇവരെല്ലാം വിവരങ്ങൾ ചോർത്തുകയാണ് ലക്ഷ്യം. ഇത്തരം നിബന്ധനകൾ ലോകത്തെവിടെയും കേട്ടുകേൾവി ഇല്ലാത്തതാണ് എന്നാണ് ഫോൺ കമ്പനികൾ തന്നെ പറയുന്നത്. ഇത് പുതിയതെന്ന് പറയുമ്പോൾ മുൻപിങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഫോണുകളിലും സഞ്ചാർ സാത്തി എന്ന കേന്ദ്ര ആപ്പ് നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രാജ്യമെമ്പാടും കനത്ത പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഈ തീരുമാനം കേന്ദ്രം പിൻവലിക്കുന്നു. പക്ഷെ മോദിജി വിടുമോ? ഇതേ കാര്യം മറ്റൊരു വഴിയിലൂടെ നടപ്പിലാക്കുകയാണ് ഇപ്പോൾ. ഇതിനെയൊക്കെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും എതിർക്കണം. അല്ലെങ്കിൽ പിന്നെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കാനാണ്?